നമ്മുടെ പാർട്ട് 2 ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മളിനി കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ നേരെ ഇനി പൊന്മുടിയിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പം ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് പോണ വഴിക്ക് എല്ലാവർക്കും ഭയങ്കര ചൂടെടുക്കണം എന്ന് പറഞ്ഞു, പിന്നെ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് മറ്റേ കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് കരുതി നമ്മൾ അവിടെ ഒരു കരിമ്പിൻ്റെ ഒരു കട കണ്ടപ്പോൾ നമ്മൾ അവിടെ നിർത്തി. അപ്പോൾ ഇതേ നമ്മൾ അങ്ങോട്ട് പോയി ജ്യൂസ് കുടിക്കാമെന്ന് കരുതിയതേ. അച്ഛനും ചേട്ടായിമാരൊക്കെ പറയുന്നുണ്ട് കരിമ്പിൻ്റെ ജ്യൂസ് തരാൻ. അപ്പോൾ ഞാൻ കരിമ്പിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചു. നല്ല ജ്യൂസായിരുന്നു ഗൈസ്, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അക്കമാർ രണ്ടുപേരും കുടിച്ചില്ല, അവർ വണ്ടിക്കകത്തിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ ചേട്ടുവിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടു എങ്ങനെയുണ്ട് കരിമ്പ് ജ്യൂസ്, കുടിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടു പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും കൂടി കുടിച്ചു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വൈറ്റ് ഡ്രസ്സായതുകൊണ്ട് കറ വീണ അമ്മ ഓടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനൊരു ടർക്കിയൊക്കെ മേത്തിട്ടിട്ടാണ് ഗൈസ് കുടിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇനി നമ്മൾ നേരെ പോകുന്ന പൊന്മുടിയിലേക്കാണ്. പക്ഷെ അങ്ങോട്ട് പോകാൻ നേരത്ത് 4 മണിയാകുമ്പോൾ അവിടെ അടയ്ക്കും ഗൈസ്. എന്ന് വെച്ചാൽ ആനയൊക്കെ ഇറങ്ങും, അതുകൊണ്ട് അവിടെ 4 മണിയൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല ഗൈസ്, അതുകൊണ്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോയാണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഇതേ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണം. അവിടെ ഒരു കടയുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് കഴിക്കാൻ, ആർക്കും വിശക്കണമൊന്നുമില്ലായിരുന്നു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ചോണ്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഗൈസ്. അപ്പം നമ്മൾ പിന്നെ അവിടെ അങ്ങനെ കടയും കാര്യങ്ങളൊന്നുമില്ല, ഫുഡ് കഴിക്കാൻ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ ആദ്യം കണ്ട ഒരു കടയിൽ അങ്ങോട്ട് കയറി, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് പിന്നെ കടയൊന്നും കാണത്തില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കയറി ഫുഡ് കഴിച്ചു നമ്മൾ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ ഊണാണ് ഗൈസ് പറഞ്ഞത്. അപ്പം അവിടുന്ന് നമ്മൾ മീൻ വറുത്തൊക്കെ കഴിച്ചായിരുന്നു, നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ ഇവിടുന്ന് കേട്ടോ നമ്മൾ കഴിച്ചു. പിന്നെ ആദ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു, പിന്നെ അത് പോയി തിരക്കൊക്കെ മാറിയായിരുന്നു. നമ്മൾ എന്നിട്ട് കുറച്ച് നേരം പുറത്ത് നിന്നു ഗൈസ്. അത് കഴിഞ്ഞ് തിരക്ക് മാറി കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്ത് കയറി. അങ്ങനെ നമ്മൾ ഊണാണ് പറഞ്ഞത്. എനിക്ക് അമ്മ വാരി തന്നു ഗൈസ്. എന്നാ വെച്ചാൽ ഞാൻ കഴിച്ചാൽ അങ്ങനെ കഴിക്കില്ല, ഫുള്ളും ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് അമ്മ എനിക്ക് വാരി തരികയായിരുന്നു. അങ്ങനെ കുറേയൊന്നും ഞാൻ കഴിച്ചില്ല, കുറച്ചേ കഴിച്ചുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ മീൻ വറുത്തൊക്കെ നമ്മൾ കൊണ്ടുവന്നു, അതെല്ലാം കൂടി അമ്മ എനിക്ക് വാരി തരികയാണ് ഗൈസ്. കണ്ടോ, ഞാൻ അതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ അവരെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാട്ടോ കഴിച്ചത്. അപ്പം നമ്മളിനി നേരെ അവിടെ നിന്ന് ഇറങ്ങാൻ പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് നോക്കിയാണ് ഗൈസ്, റീൽസ് എടുക്കാൻ വേണ്ടി ഡാൻസൊക്കെ കളിച്ച് നോക്കാണ്ട് നമ്മൾ നേരെ ഇനി പൊന്മുടിയിലേക്കാണ് ഗൈസ് പോകുന്നത്. അങ്ങോട്ട് പോകാൻ നേരത്ത് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. പിന്നെ ഒരുപാട് റബ്ബർ തോട്ടവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു വട്ടം വന്ന് നമ്മൾ എല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്, അടിപൊളിയാണ് ഗൈസ്. പിന്നെ അവിടെ ഒരുപാട് മലകളുണ്ട് കാണാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. പിന്നെ അവിടുത്തെ വീടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ വീടൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഡിഫറെൻ്റ് രീതിയാണ് അവിടുത്തെ വീടിനൊക്കെ, ഒരു വേറൊരു ടൈപ്പ് വീട് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ മലകളുണ്ട്, നമുക്ക് പോകുന്നിടത്ത് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല ഭയങ്കര ഫോറസ്റ്റ് ഏരിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളങ്ങനെ മലയൊക്കെ കയറി അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് അടിപൊളിയായിരുന്നു ഗൈസ്. പിന്നെ മേഘങ്ങളൊക്കെ വന്നിട്ട് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പൊക്കത്തു നിന്ന് കാണാനായിട്ട് നല്ല രസമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ, നല്ല രസമാണ്. നമുക്ക് താഴത്തോട്ടൊക്കെ ഇറങ്ങി താഴെ പോയിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷേ എനിക്ക് താഴത്തോട്ട് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പക്ഷേ കുഞ്ഞൊക്കെയും പിച്ചേട്ടായൊക്കെ താഴത്തോട്ട് പോയായിരുന്നു ഗൈസ്. ഞങ്ങൾ പൊക്കത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്, വീഡിയോസൊക്കെ എടുക്കാൻ. പിന്നെ ഭയങ്കര കാറ്റായിരുന്നു ഗൈസ്, എൻ്റെ മുടി കിടന്ന് പൊക്കത്താട്ട് ഇങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, നല്ല കാറ്റായിരുന്നു അവിടെ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, അടിപൊളിയല്ലേ, നല്ല രസമാണ് അവിടെ ഇരിക്കാൻ തന്നെ. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞൊക്കെയൊക്കെ താഴെ ഒരു വെള്ള കളർ ഷർട്ടിട്ട് ഒരാളവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞൊക്കെയും ബിച്ചിച്ചേട്ടായാണ് ഗൈസ് അവിടെ ഇരിക്കുന്നത്, കാണാവോ, ഒരു താഴെ പോയി ഇരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു ഗൈസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോയാണ് ഗൈസ്. അപ്പം നിങ്ങൾ ആ മലയിൽ നിന്ന് നമ്മൾ താഴത്തോട്ട് ഇറങ്ങുന്ന വ്യൂ ആണ് ഗൈസ്, ഇത് കണ്ടോ, അടിപൊളിയല്ലേ ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാമായിരുന്നു. പിന്നെ നമുക്ക് കാറ് അങ്ങനെ പാർക്ക് ചെയ്യാൻ വലിയ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ ബാക്കിൽ കുറേ വണ്ടികളുണ്ട്, നമുക്ക് സൈഡിൽ ഒതുക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഈ ബൈക്കിലൊക്കെ വന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും, കാറിൽ വന്നവർക്ക് കുറച്ച് ടഫാണ് ഗൈസ്, സൈഡിലൊക്കെ ഒതുക്കിയിട്ട് ഫോട്ടോയും കാര്യങ്ങളെല്ലാം എടുക്കാം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ മെയിൻ പരിപാടിയായിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് നമ്മളിനി നേരെ പോകുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോൾ അവിടെ ചെന്നു ആ സ്പോട്ടിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഗൈസ്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മേത്തായിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണ് ഗൈസ്. അപ്പം ഇനി വേണം ഫുഡ് കഴിക്കണം. അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു അവിടെ ഭയങ്കര ഫ്രഷ് മീനാണ്. അപ്പം നമ്മളെ കൊണ്ട് കാണിച്ചു തന്നു ഏത് വേണമെന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ എന്തോ ഫിഷിൻ്റെ സംഭവങ്ങളാണ് ഉള്ളത്. അപ്പം നമ്മൾ കുറച്ച് ഫിഷിൻ്റെ ഫ്രൈസും പിന്നെ റോസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് പറഞ്ഞു. ഞാൻ ദോശയാണ് ഗൈസ് ഞാൻ പറഞ്ഞത്, അവർ പൊറോട്ട എന്തൊക്കെയോ പറഞ്ഞു. കണ്ടോ ഗൈസ്, വലിയ മീനാണ് ഗൈസ്, കണ്ടോ, വലിയൊരു മീനായിരുന്നു. പിന്നെ നമ്മൾ കണവ റോസ്റ്റാണ് ഗൈസ്, നമ്മൾ കൂന്തലില്ലേ, കൂന്തൽ റോസ്റ്റാണ്. അപ്പോൾ ചില സ്ഥലത്ത് കൂന്തലെന്ന് പറയും, ചില സ്ഥലത്ത് കണവയെന്നൊക്കെ പറയും, എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങളിവിടെ കൂന്തലെന്നാണ് പറയാറ്. അപ്പം നിങ്ങളുടെ അവിടെ എന്താ പറയണതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ദോശയൊക്കെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ നമ്മൾ ബീഫ് റോസ്റ്റ് കൂടി പറഞ്ഞായിരുന്നു ഗൈസ്. നമ്മൾ ഫിഷ് ഫ്രൈ കൂടി പറഞ്ഞായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായത്, ദോശയും കൂടി കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അവിടുന്ന് ഗൈസ് നമ്മളൊരു കാര്യം കൂടി വിട്ടുപോയി പറയാം, നമ്മൾ കപ്പ മേടിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവരും കൂടി ഷെയർ ഇട്ടെല്ലാം കഴിച്ചു. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. വീട്ടിലായിട്ടാണ് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മൾ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.